ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഗ്രീൻ പീസും കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ്, 3-4 ചെറിയ ഉള്ളി, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത്, ഒരു പച്ചക്കായുടെ പകുതി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2-3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കായയ്ക്ക് പകരം പച്ച ഏത്തക്കായാണ് കൂടുതൽ നല്ലത്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. വെജിറ്റബിൾസൊക്കെ വേവുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനായി 1 കപ്പ് തേങ്ങയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് ആവശ്യത്തിലുള്ള വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ പീസിൻ്റെ തൊലി ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതൊക്കെ ഞാനങ്ങ് എടുത്ത് കളയുകയാണ്. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിൾസും മസാലപ്പൊടികളും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും കറി നല്ലതുപോലെ തിക്കാവും. അതുകൊണ്ട് ഈ സമയം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ റാബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.